ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട, അതായത് മൊത്തത്തിൽ എത്ര ലിസ്റ്റുണ്ട്? 3 ലിസ്റ്റുണ്ട് ഭരണഘടനാ പ്രകാരം. ഒന്ന് യൂണിയൻ ലിസ്റ്റ്, ഒന്ന് കൺകറൻറ്റ് ലിസ്റ്റ്, ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റ്. ഇതിനകത്ത് യൂണിയൻ ലിസ്റ്റിലുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ബാക്കി ലിസ്റ്റിലുള്ളത് പഠിക്കും. അപ്പോൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്ന പോയിൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ കണക്ഷൻ സ്റ്റോറി വെച്ചിട്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കണക്ഷൻ സ്റ്റോറി എന്ന് പറയുന്നത് ആനുകാലിക റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ പലർക്കും നെഗറ്റീവ് അടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ജസ്റ്റ് നമ്മൾ PSCക്ക് പഠിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെന്നുള്ള നിലയിൽ നിങ്ങൾ ഇതിനെ എടുക്കുക, നെഗറ്റീവായിട്ട് എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോറി പറയുന്നതിന് മുന്നേ യൂണിയൻ ലിസ്റ്റിൻ്റെ കേസ് പറയാം. യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഈ 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഷെഡ്യൂളാണ് ഏഴാമത്തെ ഷെഡ്യൂളിലാണ് പ്രതിപാദിക്കുന്നത്. ഇനി ലിസ്റ്റുകളെ കുറിച്ചുള്ള അനുച്ഛേദം, അതായത് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ചോദിക്കുകയാണെങ്കിൽ 246 യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 100. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 97 യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ എണ്ണം. ദെൻ നിയമം നിർമ്മിക്കാനുള്ള, അതായത് യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങളെ നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള പോയിൻറ്റ്സ്. ഇനി പ്രധാന വിഷയങ്ങൾ പഠിക്കാനുള്ള സ്റ്റോറി പറയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അരക്ഷിതാവസ്ഥ എന്താണ്, NPRും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ, അതായത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കോഡ് സ്റ്റോറി ഉണ്ടാക്കിയിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ വിഷയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോറി അങ്ങ് കളയുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണക്ഷൻ സ്റ്റോറിയാണിത്. സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമുക്കറിയാം, ഇപ്പോൾ സെൻസസ് ഉടനെ ആരംഭിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ സെൻസസ് എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാരും ഗവൺമെൻറ്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. കാരണം അവർ ഈ രാജ്യത്ത് നിന്ന് പുറന്തള്ളപ്പെടുമെന്നുള്ള ആശങ്ക ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു സെൻസസ് എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാരിന് നടത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരു ഓഫർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇതൊന്നും റിയൽ അല്ല, ഫാബ്രിക്കേറ്റഡ് ആണ്, കഥയാണ്. ഓക്കെ, അപ്പോൾ സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് രീതിക്കാണ് ഒരു ഓഫർ വെച്ചിരിക്കുകയാണ്. ഓഫർ എന്താണ്? സെൻസസ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ലോട്ടറി കൊടുക്കും. ഈ ലോട്ടറി തീർച്ചയായിട്ടും അടിക്കുന്ന ലോട്ടറിയാണ്. സോ ആരൊക്കെ സെൻസസ് എടുക്കാൻ സഹകരിക്കോ അവർക്കെല്ലാം ഓരോ ലോട്ടറി കൊടുക്കും. ലോട്ടറി ഡയറക്റ്റ് കൊടുക്കത്തില്ല, തപാൽ വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ എത്തിക്കുകയാണ് ചെയ്യുന്നത്. തപാൽ വഴി പോസ്റ്റ് ഓഫീസിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാൻ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരും. അങ്ങനെ തപാൽ പോസ്റ്റ് ഓഫീസിലൊക്കെ ഇങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ്, അല്ലെങ്കിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ഒരു ലോട്ടറി അയക്കണമെങ്കിൽ ഒന്നെങ്കിൽ പ്ലെയിൻ വേണം, അല്ലെങ്കിൽ എന്ത് വേണം, റെയിൽവേ വേണം. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയിലെ അപ്പോൾ റെയിൽവേ വഴിയാണ് തപാലും പോസ്റ്റ് ഓഫീസിൽ എത്തിക്കുന്നത് ലോട്ടറി. ഇനി ലോട്ടറി വെറുതെ എത്തിക്കുക മാത്രമല്ല, ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് കിട്ടിയോ എന്നുള്ളത്. കേന്ദ്രത്തിൽ നിന്ന് വിളിച്ച് ചോദിക്കും ടെലിഫോൺ വഴി, നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ള കേസ്. ഓക്കെ, കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലോട്ടറി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2 നികുതി അടയ്ക്കണം. കാരണം ലോട്ടറി അടിച്ചാൽ ഒരുപാട് കാശ് കിട്ടും. അപ്പോൾ കാശ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ടാക്സ് ആയിട്ട് അടയ്ക്കണം അല്ലേ. അപ്പോൾ 2 ടൈപ്പ് നികുതിയാണ് അടയ്ക്കാനുള്ളത്. ഒന്ന് കോർപ്പറേഷൻ നികുതി അടയ്ക്കണം, പിന്നെ ഇൻകം ടാക്സ് നികുതി അഥവാ വരുമാന നികുതി അടയ്ക്കണം. 2 നികുതി, കോർപ്പറേഷൻ നികുതിയും വരുമാന നികുതി അടയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്തു, ലോട്ടറി കിട്ടിയ ആൾക്കാർ നികുതിയൊക്കെ അടച്ച് കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുകയാണ്. ഇനി ലോട്ടറി കിട്ടാത്ത ആൾക്കാരുണ്ടല്ലോ, അതായത് സെൻസസുമായിട്ട് സഹകരിക്കാത്ത ആൾക്കാർ, ഇവർക്ക് വേണ്ടിയിട്ട് കസ്റ്റംസുകാരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റംസുകാരെ പറഞ്ഞുവിടും. അങ്ങനെ ഓരോ വീട്ടിലും കസ്റ്റംസുകാർ വരും. അതാണ് കസ്റ്റംസ് തീരുവ. അപ്പോൾ കസ്റ്റംസ് തീരുവ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്തു, കസ്റ്റംസുകാർ വന്ന് കണ്ടുപിടിച്ച ആൾക്കാരെ എല്ലാം ഡിഫൻസിനെ ഏൽപ്പിക്കും, പ്രതിരോധ വകുപ്പിനെ ഏൽപ്പിക്കും. അപ്പോൾ ആരാണ് പ്രതിരോധ വകുപ്പിലുള്ളത്? സൈന്യങ്ങളാണ്. അവർ വന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തി എന്ത് ചെയ്യും, കുറേ പേരെയൊക്കെ ലോട്ടറി എടുപ്പിക്കും. പക്ഷേ ലോട്ടറി സെൻസസ് കറക്റ്റ് എടുപ്പിക്കും. പക്ഷേ സെൻസസ് എടുക്കാൻ തയ്യാറാത്ത ആൾക്കാരെ എന്ത് ചെയ്യും, വിദേശത്തേക്ക് പറഞ്ഞുവിടും. അതാണ് വിദേശകാര്യം. അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും PSC ചോദിക്കുന്നതുമായിട്ടുള്ള യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറിയാണ് പറഞ്ഞത്. ഒന്നും കൂടി ഞാൻ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ ഓഫറാണ് ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ലോട്ടറി കിട്ടുകയാണെങ്കിൽ, ലോട്ടറി കിട്ടുന്നത് എങ്ങനെ വഴിയാണ്? തപാൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയിട്ടാണ് കിട്ടുന്നത്. ഈ തപാൽ പോസ്റ്റ് ഓഫീസും എത്തുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ എത്തുന്നത് റെയിൽവേ വഴിയാണ്. ദെൻ റെയിൽവേ അതുവഴി പോസ്റ്റ് ഓഫീസ് നമ്മുടെ വീട്ടിൽ ലോട്ടറി എത്തിക്കുമ്പോൾ കിട്ടിയോ എന്നുള്ളത് ആര് വിളിച്ച് നോക്കും? ടെലിഫോൺ വഴി കേന്ദ്ര സർക്കാർ വിളിച്ച് കൺഫേം ചെയ്യും. ഇനി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് നികുതി അടയ്ക്കണം. കോർപ്പറേഷൻ നികുതി അടയ്ക്കണം, വരുമാന നികുതി അടയ്ക്കണം. ഇനി വരുമാന നികുതിയും കോർപ്പറേഷൻ നികുതി അടച്ച ആൾക്കാർ ഇതിൽ നിന്ന് ഒഴിവായി ലോട്ടറിയും കിട്ടി, അവർ സേഫായി. ഇനി സെൻസസിന് സഹകരിക്കാത്ത ആൾക്കാരെ എന്ത് ചെയ്യും? കസ്റ്റംസുകാർ വന്ന് പിടിക്കും. കസ്റ്റംസുകാർ വന്ന് പിടിച്ചിട്ട് അവർ ഡിഫൻസിനെ ഏൽപ്പിക്കും, പ്രതിരോധ വകുപ്പിനെ ഏൽപ്പിക്കും. പ്രതിരോധ വകുപ്പ് ഭീഷണിപ്പെടുത്തി കുറേ ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യും? ലോട്ടറി എടുപ്പിച്ച് സെൻസസ് ഓക്കെ ആക്കും. ഇനി അങ്ങനെ ഓക്കെ ആവാത്ത ആൾക്കാരെ വിദേശത്തേക്ക് പറഞ്ഞുവിടും. ഇതാണ് നമ്മുടെ വിദേശകാര്യം ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന പ്രധാന വിഷയങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ കോഡ് സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് അടിക്കരുത്. നെഗറ്റീവ് കമൻറ്റ് നിങ്ങൾ എന്താണ്, ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു കോഡ് സ്റ്റോറി ഉണ്ടാക്കിയത് പെട്ടെന്ന് മൈൻഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു വേയിൽ വേണം എടുക്കാനായിട്ട് ആരായാലും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.